ബിസിനസ്സിലേക്ക് സ്വാഗതം. അടുത്ത ആഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? ഒടുവിൽ വിഴിഞ്ഞം തുറമുഖം മെയ് 2 പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുന്നു. മോദിയുടെ കേരള സന്ദർശനം പ്രതീക്ഷ നൽകുമോ? ഇന്ത്യയുടെ ആഗോള വ്യാപാരം കുതിപ്പിലേക്കോ? സ്വർണം കിട്ടാക്കനിയായി മാറുകയാണോ? മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം ബിസിനസ്. കേരളത്തിന് അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം മെയ് 2 പൂർണ്ണമായി പ്രവർത്തനക്ഷമമാകുകയാണ്. ആഗോള വ്യാപാരത്തിൽ ഇന്ത്യയുടെ ആധിപത്യം ഉറപ്പാക്കുന്നതാണ് വിഴിഞ്ഞം തുറമുഖം. കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം ഒടുവിൽ യാഥാർത്ഥ്യമാവുകയാണ്. കഴിഞ്ഞ വർഷം ജൂലൈ മുതൽ മദർഷിപ്പുകളടക്കം നിരവധി കൂറ്റൻ ചരക്ക് കപ്പലുകൾ വിഴിഞ്ഞത്തു നങ്കൂരമിട്ടിരുന്നു. ഏഷ്യയിലെ തന്നെ പ്രധാന തുറമുഖങ്ങളിലൊന്നായ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔദ്യോഗിക സമർപ്പണം പ്രധാനമന്ത്രിയുടെ സൗകര്യത്തിനായി നീളുകയായിരുന്നു ഇത്രയും നാൾ. ആ കാത്തിരിപ്പാണ് അവസാനിക്കുന്നത്. കേരള സർക്കാരിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഈ തുറമുഖം 2025 40 വർഷത്തേക്കാണ് കരാർ ഒപ്പുവെച്ചിരിക്കുന്നത്. പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ വികസിപ്പിച്ച തുറമുഖം ഇന്ത്യയുടെ ആഗോള വ്യാപാരത്തിന്റെ മുഖം മാറ്റും. അദാനി ഗ്രൂപ്പിനാണ് നടത്തിപ്പവകാശം. പ്രധാന അന്താരാഷ്ട്ര ഷിപ്പിംഗ് റൂട്ടുകൾക്ക് സമീപം തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്നതും 18 മീറ്റർ സ്വാഭാവിക ആഴമുള്ളതുമായ വിഴിഞ്ഞത്തിന് കടൽ ഗതാഗതത്തിൽ നേട്ടങ്ങളുണ്ടാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകൾ വിഴിഞ്ഞത്തെത്തിയതും ഈ നേട്ടത്തെ ഉറപ്പിക്കുന്നതാണ്. രാജ്യത്തെ ആദ്യ ആഴക്കടൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായ വിഴിഞ്ഞം തുറമുഖം കൊളംബോ, സലാല, ദുബായ്, സിംഗപ്പൂർ തുടങ്ങിയ വൻകിട തുറമുഖങ്ങളുമായാണ് മത്സരിക്കുക. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയിലാണ് സ്വർണം. സത്യത്തിൽ സ്വർണം കിട്ടാക്കനിയായി മാറിയിരിക്കുകയാണ്. 2 ദിവസത്തെ നേരിയ ഇടിവിന് ശേഷമാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വർധനയിലേക്ക് സ്വർണ്ണവില കുതിച്ചിരിക്കുന്നത്. 71,360. 400 രൂപ കുറഞ്ഞ ശേഷമാണ് ഒറ്റ ദിവസം കൊണ്ട് ഇരട്ടി വർധന. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളും അമേരിക്ക ചൈന താരിഫ് യുദ്ധവുമെല്ലാം സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നുണ്ട്. സ്വർണത്തിന്റെ രാജ്യാന്തര വില, ഡോളർ, രൂപ വിനിമയ നിരക്ക്, ഇറക്കുമതി തീരുവ എന്നിവ അടിസ്ഥാനമാക്കിയാണ് സ്വർണ്ണവില നിർണ്ണയിക്കുന്നത്. ആഗോള വിപണിയിൽ സ്വർണം ട്രോയ് ഔൺസിന് $3,319 നിരക്ക്. ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ ധനവിപണിയിലുണ്ടായ അനിശ്ചിതത്വവും സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണത്തിന് പ്രിയം കൂട്ടിയിട്ടുണ്ട്. കാർഷിക വിപണിയിൽ അടുത്ത വാരം ഉത്സവ സീസണിലും റബ്ബർ കർഷകർക്ക് നിരാശ. വിദേശത്തെ തളർച്ച മറയാക്കി താഴ്ന്ന വിലയ്ക്ക് ചരക്ക് കൈക്കലാക്കി ടയർ ലോബി. വില കൂടിയിട്ടും കുരുമുളക് കിട്ടാനില്ല. അടയ്ക്ക ഇറക്കുമതി നിയന്ത്രണം കർഷകർക്ക് ആശ്വാസം. ഈസ്റ്ററും വിഷുവുമെല്ലാം ആഘോഷിക്കാൻ പണം കണ്ടെത്താൻ റബ്ബർ കർഷകർ നടത്തിയ നീക്കം അവസരമാക്കി ടയർ ലോബി. വൻതോതിൽ റബ്ബർ ആവശ്യമുണ്ടായിട്ടും ഏറ്റവും താഴ്ന്ന വിലയ്ക്ക് അസംസ്കൃത ഉൽപ്പന്നങ്ങൾ കർഷകരിൽ നിന്നും കൈക്കലാക്കി. ഓഫ് സീസൺ കാലയളവായതിനാൽ അല്പം മെച്ചപ്പെട്ട വില ഉറപ്പുവരുത്താനാവുമെന്ന നിഗമനത്തിലായിരുന്നു കേരളത്തിലെ റബ്ബർ ഉൽപാദകർ. ജനുവരിക്ക് ശേഷം പ്രതികൂല കാലാവസ്ഥ മൂലം കാര്യമായ ടാപ്പിംഗ് നടക്കാത്തതിനാൽ ഉൽപാദന കേന്ദ്രങ്ങളിൽ റബ്ബറിന്റെ കരുതൽ ശേഖരം നാമമാത്രമാണ്. ഈ വർഷം പിറന്ന് 4 മാസം പിന്നിടുമ്പോൾ റബ്ബർ വില 200 രൂപയ്ക്ക് മുകളിൽ ഇടപാടുകൾ നടന്നത് ഏതാനും ദിവസങ്ങളിൽ മാത്രമാണ്. ടാപ്പിംഗ് നടന്ന സന്ദർഭത്തിൽ സീസൺ എന്ന പേരിൽ വിലയിടിച്ച വ്യവസായികൾ വിദേശത്തെ തളർച്ചയുടെ പേരിൽ ഓഫ് സീസണിലും റബ്ബറിനെ മുന്നേറാൻ അനുവദിച്ചില്ല. ഏറെ പ്രതിസന്ധികളെ മറികടന്ന് മാസാരംഭത്തിൽ കിലോ 200-ന് മുകളിൽ ഇടം കണ്ടെത്തിയ മികച്ചയിനം ഷീറ്റിനെ അതിവേഗത്തിലാണ് 195-ലേക്ക് വാങ്ങലുകാർ ഇടിച്ചത്. നിലവിൽ ഉൽപാദന മേഖലകളിൽ കാര്യമായി നീക്കിയിരിപ്പില്ല. പുതിയ ടാപ്പിംഗ് സീസണിനായി ജൂൺ വരെ കാത്തിരിക്കണം. അതായത് മുന്നിലുള്ള 1.5 മാസ കാലയളവിൽ വൻതോതിൽ റബ്ബർ സംഭരിക്കാൻ വ്യവസായികൾ വിപണികളിൽ നിലയുറപ്പിച്ചാൽ പോലും കാര്യമായി ചരക്ക് ലഭ്യമല്ലാത്ത അവസ്ഥയാണ്. വിദേശ മാർക്കറ്റുകളിലും വിൽപ്പനക്കാർ കുറവാണ്. മുഖ്യ കയറ്റുമതി വിപണിയായ ബാങ്കോക്ക് ഒരാഴ്ചയായി പ്രാദേശിക അവധികൾ മൂലം പ്രവർത്തിക്കുന്നില്ല.
തായ്ലൻഡിൽ പുതുവത്സര ആഘോഷങ്ങൾക്കായി അടച്ച വിപണികൾ അടുത്ത വാരം വീണ്ടും സജീവമാകും. ഇതിനിടയിൽ ചൈന അമേരിക്ക വിഷയം ഉയർത്തിപ്പിടിച്ച് ഊഹക്കച്ചവടക്കാർ ജപ്പാനിൽ റബ്ബർ അവധി വിലകൾ കിലോ 348 യെന്നിൽ നിന്നും 280 വരെ ഇടിച്ചു. താഴ്ന്ന റേഞ്ചിൽ നിന്നും ഉൽപ്പന്നം തിരിച്ചുവരവിന് നടത്തുന്ന ശ്രമങ്ങൾ ഇനിയും വിജയിച്ചിട്ടില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വൻകിട സ്റ്റോക്കിസ്റ്റുകൾ നാടൻ കുരുമുളക് സംഭരിക്കാൻ വില ഉയർത്തി. എന്നാൽ വിലക്കയറ്റത്തിനിടയിലും ചെറുകിട വിപണികളിലും ടെർമിനൽ മാർക്കറ്റിലും ലഭ്യത ചുരുങ്ങി നിന്നത് വാങ്ങലുകാരെ അസ്വസ്ഥരാക്കി. 3 ദിവസം കൊണ്ട് 600 രൂപ വർദ്ധിച്ച് അൺഗാർബിൾഡ് 71,900 രൂപയായി. ഈസ്റ്റർ കഴിയുന്നതോടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും വൻ ഓർഡറുകൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് വിയറ്റ്നാമിലെ കയറ്റുമതിക്കാർ. വിളവെടുപ്പ് പുരോഗമിക്കുകയാണെങ്കിലും കയറ്റുമതി മേഖലയുടെ ആവശ്യാനുസരണം കുരുമുളക് വിൽപ്പനയ്ക്ക് ഇറങ്ങുന്നില്ല. വിദേശ ഡിമാൻഡ് കണക്കിലെടുത്താൽ വൈകാതെ ആഗോള വിപണിയിൽ നിരക്ക് ഇനിയും ഉയരാം. വിയറ്റ്നാം മാർച്ചിൽ മൊത്തം 20,244 ടൺ കുരുമുളക് കയറ്റുമതി നടത്തി. ഏപ്രിലിൽ കയറ്റുമതി ഉയർത്താനുള്ള ശ്രമത്തിലാണവർ. ഫെബ്രുവരി അപേക്ഷിച്ച് മാർച്ചിൽ കയറ്റുമതി 41% വർദ്ധിച്ചു. അമേരിക്കയും ഇന്ത്യയുമാണ് ഇറക്കുമതിയിൽ മുൻപന്തിയിൽ. ദക്ഷിണേന്ത്യൻ കവുങ്ങ് കർഷകർക്ക് താങ്ങ് പകരാൻ കേന്ദ്രം അടയ്ക്ക ഇറക്കുമതിക്ക് കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് രാജ്യത്തെ പാൻ മസാല വ്യവസായികൾക്ക് കനത്ത തിരിച്ചടിയായി. വ്യവസായികൾ വിദേശ ചരക്ക് കുറഞ്ഞ വിലയ്ക്ക് വൻതോതിൽ ഇറക്കുമതി നടത്തിയത് മൂലം ആഭ്യന്തര വിപണി കടുത്ത പ്രതിസന്ധിയിലായിരുന്നു. ഇന്തോനേഷ്യ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള അടയ്ക്കയാണ് എത്തിച്ചിരിക്കുന്നത്. അനുകൂല വാർത്തകളിൽ പുതിയ അടയ്ക്ക ക്വിന്റലിന് 35,000 രൂപയായും പഴയ അടയ്ക്ക 36,000 രൂപയായും വർദ്ധിച്ചു. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. ഫോക്സ്വാഗൺ കുടുംബത്തിൽ നിന്നും ഒരു പുതിയ താരം, ഫോക്സ്വാഗൺ ഗോൾഫ് GTI. വിവിധ കളറുകളോടെ അടുത്ത മാസം വിപണിയിലേക്ക്. ഫോക്സ്വാഗൺ ഇന്ത്യയുടെ രണ്ടാമത്തെ CBU മോഡലായ ഗോൾഫ് GTI ഇന്ത്യയിലേക്ക് ഉടനെത്തും. നിരവധി കളർ ഓപ്ഷനോടെയാണ് കമ്പനി നിരത്തിലെത്തിക്കുന്നത്. ഹോട്ട് ഹാച്ച് ബാക്ക് വരും മാസങ്ങൾ പുറത്തിറക്കുമെന്നാണ് സൂചന. ഗ്രനഡില്ല ബ്ലാക്ക് മെറ്റാലിക്, ഒറിക്സ് വൈറ്റ് പ്രീമിയം, മൂൺസ്റ്റോൺ ഗ്രേ, കിങ്സ് റെഡ് പ്രീമിയം മെറ്റാലിക് എന്നിവയുൾപ്പെടെ 4 എക്സ്റ്റീരിയർ പെയിന്റ് സ്കീമുകളിലാണ് ഗോൾഫ് GTI വാഗ്ദാനം ചെയ്യുന്നത്. 18 ഇഞ്ച് മൾട്ടി സ്പോക്ക് അലോയ് വീലുകളാണുള്ളത്. ക്യാബിനിൽ സീറ്റുകൾ വ്യത്യസ്ത ചുവപ്പ് നിറങ്ങളോടെ ഡ്യുവൽ ടോൺ കറുപ്പും വെള്ളി കളറുകളും ഉണ്ടാകും. 7 സ്പീഡ് DST ഗിയർ ബോക്സുമായി ജോഡിയാക്കിയ 2.0 ലിറ്റർ TSI പെട്രോൾ എഞ്ചിൻ പുതിയ ഗോൾഫ് GTIയിൽ പ്രവർത്തിക്കും. സ്മാർട്ട് ഫോൺ വിപണി പിടിക്കാൻ ഏസർ സൂപ്പർ ZX മോഡലുകളുമായാണ് തിരിച്ചുവരവ്. ഇന്ത്യയിൽ സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കാനുള്ള നീക്കത്തിലാണ് ഏസർ. ഇന്റൽ ടെക്നോളജീസുമായുള്ള പങ്കാളിത്തത്തിലൂടെയാകും ഇത് യാഥാർത്ഥ്യമാകുക. ഡിസൈൻ, നിർമ്മാണം, വിതരണം എന്നിവ ഇന്റൽ കൈകാര്യം ചെയ്യും. ആമസോൺ വഴിയാകും സ്മാർട്ട് ഫോണുകൾ വിപണിയിലെത്തുക. വരാനിരിക്കുന്ന ഏസർ സ്മാർട്ട് ഫോണിൽ ഒക്ടകോർ മീഡിയാടെക് ഡയമൻസിറ്റി 7400 5G ചിപ്സെറ്റും 5000 mAh ബാറ്ററിയും ഉണ്ടാകുമെന്നാണ് സൂചന. ഒറ്റ ചാർജിൽ 24 മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് നൽകുന്നതിനാണ് സ്മാർട്ട് ഫോൺ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും വെളിപ്പെടുത്തി. മീഡിയാടെക് ഡയമൻസിറ്റി ചിപ്സെറ്റ് നൽകുന്ന വില വിഭാഗത്തിലെ ആദ്യത്തേതാണ് ഏസർ സ്മാർട്ട് ഫോൺ. വിനോദവാരം. ചിയാൻ വിക്രം 59ാം വയസ്സിലേക്ക്. വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ ആവേശത്തിലാക്കാൻ ധ്രുവ നക്ഷത്രം ഉൾപ്പെടെ 2 ചിത്രങ്ങൾ. ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്ത സ്പൈ ത്രില്ലർ ധ്രുവ നക്ഷത്രത്തിനായി ഏറെക്കാലമായി ആരാധകർ കാത്തിരിക്കുകയാണ്. തീവ്രവാദികളെ നേരിടാനുള്ള പ്രത്യേക സംഘത്തെ നയിക്കുന്ന രഹസ്യ ഏജന്റായിട്ടാണ് വിക്രം പ്രത്യക്ഷപ്പെടുന്നത്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ട്രെയിലർ മികച്ച ആക്ഷൻ, സ്റ്റൈലിഷ് രംഗങ്ങൾ, പശ്ചാത്തല സംഗീതം എന്നിവ കൊണ്ട് ശ്രദ്ധ നേടിയിരുന്നു. വിക്രമിനെ കൂടാതെ ഋതുവർമ്മ, പാർത്ഥിബൻ, രാധിക ശരത് കുമാർ, സിമ്രാൻ, വിനായകൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ചിത്രം ഉടൻ പ്രദർശനത്തിനെത്തുമെന്നാണ് സൂചന. ചിയാൻ 63 എന്ന് താൽക്കാലികമായി വിളിക്കപ്പെടുന്ന പേരിടാത്ത ചിത്രത്തിൽ
സംവിധായകൻ മഡോൺ അശ്വിനുമായി ഒന്നിക്കാൻ തയ്യാറെടുക്കുകയാണ് വിക്രം. നിലവിൽ കഥയെക്കുറിച്ചും ചിത്രത്തിൽ മറ്റാരൊക്കെ അഭിനയിക്കുന്നു എന്നതിനെക്കുറിച്ചും നിർമ്മാതാക്കൾ കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചിട്ടില്ല. അശ്വിൻ വിക്രം കൂട്ടുകെട്ടിൽ ആരാധകരുടെ പ്രതീക്ഷകൾ ഉയർത്തിയിട്ടുണ്ട്. തങ്കലാൻ, പൊന്നിയിൻ സെൽവൻ, കോബ്ര എന്നീ സൂപ്പർഹിറ്റ് ചിത്രങ്ങളാണ് സമീപകാല ചിയാൻ ചിത്രങ്ങൾ. ഇനി പ്രധാന ഇവന്റുകൾ. മെഷീനറി ആൻഡ് ട്രേഡ് എക്സ്പോ മെയ് 15 മുതൽ 18 വരെ കൊച്ചി കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ. ആകാശവാണി തൃശൂർ നിലയം സംഘടിപ്പിക്കുന്ന ത്രിദിന സ്വാതി സംഗീതോത്സവം 19-ന് തൃശൂർ നീരാഞ്ജലി ഹാളിൽ. ഇതോടെ ബിസിനസ് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച കാണാം. ബൈ.